പത്മജ വേണുഗോപാൽ കോൺഗ്രസ് വിട്ട് ബി.ജെ.പിയിൽ ചേർന്നതിന്റെ ക്ഷീണം ഇതുവരെയും മാറിയിട്ടില്ല. അതിന് പിന്നാലെ തിരുവനന്തപുരത്ത് ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കൾ ബി.ജെ.പിയിൽ ചേരുമെന്ന് ബി.ജെ.പി നേതൃത്വം. തിരുവനന്തപുരം ജില്ലയിലുള്ള കോൺഗ്രസ് നേതാക്കളിൽ ഒരു വിഭാഗം ഇന്ന് പാർട്ടിയിൽ ചേരുമെന്നാണ് ബി.ജെ.പി നേതൃത്വം അറിയിച്ചിട്ടുള്ളത്. ഏഷ്യൻ ഗെയിംസ് മെഡൽ ജേത്രിയും കേരള സ്പോർട്സ് കൗൺസിൽ മുൻ പ്രസിഡന്റുമായ പത്മിനി തോമസ് ഇന്ന് ബി.ജെ.പിയിൽ ചേരും. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് സ്പോർട്സ് കൗൺസിൽ അധ്യക്ഷയായിരുന്നു പത്മിനി തോമസ്. കേരളത്തിനായി അത്ലറ്റിക്സിൽ മികവ് കാട്ടിയ ആദ്യ കായിക താരങ്ങളിൽ ഒരാളാണ് പത്മിനി. പത്മിനിക്ക് പുറമെ മറ്റു ചില കോൺഗ്രസ് നേതാക്കളും ബി.ജെ.പിയിൽ ചേരുമെന്നാണ് സൂചനകൾ. തിരുവനന്തപുരത്തെ കർഷക കോൺഗ്രസിന്റെ പ്രമുഖ നേതാവും വട്ടിയൂർക്കാവ് നിയോജക മണ്ഡലത്തിലെ ചില കോൺഗ്രസ് നേതാക്കളുമാണ് ബി.ജെ.പിയിലേക്ക് ചേക്കേറുന്നതെന്നാണ് വിവരം. കെ കരുണാകരന്റെ വിശ്വസ്തനായ മുൻ എം.പിയും ബി.ജെ.പിയുടെ സാധ്യതാ പട്ടികയിലുണ്ട്. പത്മിനി തോമസിനെ അനുനയിപ്പിക്കാൻ കോൺഗ്രസ് നേതൃത്വം ശ്രമിച്ചെങ്കിലും ഫലം കണ്ടില്ല. കോൺഗ്രസ് ബന്ധം അവസാനിപ്പിച്ചാണ് കായിക താരം കൂടിയായ പത്മിനി തോമസ് ബി.ജെ.പിയിൽ ചേരുന്നത്. തിരുവനന്തപുരം ജില്ലയിലെ പ്രമുഖരായ കോൺഗ്രസ് നേതാക്കൾ വ്യാഴാഴ്ച ബി.ജെ.പിയിൽ ചേരുമെന്ന് സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പ്രഖ്യാപിച്ചിരുന്നു. താൻ ബി.ജെ.പിയിൽ ചേരുമെന്ന് പത്മിനി തോമസ് മനോരമ ഓൺലൈനോട് സ്ഥിരീകരിച്ചു. പാർട്ടി അംഗത്വം സ്വീകരിച്ച ശേഷം കൂടുതൽ കാര്യങ്ങൾ പറയാമെന്ന് പത്മിനി തോമസ് വ്യക്തമാക്കി. അർജുന അവാർഡ് ജേതാവായ പത്മിനി ഏഷ്യൻ ഗെയിംസിൽ മെഡൽ നേടിയിട്ടുണ്ട്. സ്പോർട്സ് കൗൺസിൽ മുൻ പ്രസിഡന്റായ പത്മിനി തോമസിന് കെ കരുണാകരൻ, ഉമ്മൻചാണ്ടി അടക്കമുള്ള കോൺഗ്രസിന്റെ മുൻ മുഖ്യമന്ത്രിമാരുമായി അടുത്ത ബന്ധമാണ് ഉണ്ടായിരുന്നത്. കെ.പി.സി.സിയുടെ കായിക വേദിയുടെ സംസ്ഥാന പ്രസിഡന്റായും പ്രവർത്തിച്ചിട്ടുണ്ട്. 2020 തദ്ദേശ തിരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം നഗരസഭയിൽ കോൺഗ്രസിന്റെ മേയർ സ്ഥാനാർത്ഥിയായി പത്മിനിയെ പരിഗണിച്ചെങ്കിലും പിന്നീട് സീറ്റ് നിഷേധിക്കുകയായിരുന്നു. 1982 ഏഷ്യൻ ഗെയിംസിൽ 400 മീറ്ററിൽ വെങ്കലവും റിലേയിൽ വെള്ളിയും നേടി. NIS ഡിപ്ലോമ നേടി റെയിൽവേ ടീമിന്റെ പരിശീലക കുപ്പായത്തിലും പത്മിനി തിളങ്ങി. അർജുന അവാർഡും GV രാജ അവാർഡും ലഭിച്ചിട്ടുണ്ട്. കേരള സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റായിരിക്കെ 2015 ദേശീയ ഗെയിംസ് കേരളത്തിൽ സംഘടിപ്പിച്ചു. കോളേജ് ഗെയിംസും പുനരാരംഭിച്ചു. അതേസമയം രണ്ടാം സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വന്നിട്ടും എറണാകുളം ഉൾപ്പെടെ കേരളത്തിലെ ശേഷിക്കുന്ന 4 സീറ്റുകളിലും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാതിരിക്കുകയാണ് ബി.ജെ.പി. മറ്റു പാർട്ടികളിൽ നിന്നും മറുകണ്ഠം ചാടുന്നവരെ ഉൾക്കൊള്ളിക്കുന്നതിന്റെ ഭാഗമായാണ് എറണാകുളം, കൊല്ലം, ആലത്തൂർ, വയനാട് സീറ്റുകളിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാത്തതെന്ന പ്രചാരണത്തിനിടെയാണ് രണ്ടാം ഘട്ട പട്ടികയിലും ഈ മണ്ഡലങ്ങൾ ഒഴിച്ചിട്ടത്. എന്നാൽ എറണാകുളം മണ്ഡലത്തിൽ മാത്രം 4ഓളം ബി.ജെ.പി നേതാക്കളാണ് പാർട്ടിയുടെ സാധ്യതാ പട്ടികയിലുള്ളത്. കേരള കോൺഗ്രസ് ഉപവിഭാഗങ്ങളിൽ നിന്നുള്ള ക്രൈസ്തവ നേതാക്കളിൽ ഒരാളെ പാർട്ടിയിലേക്ക് കൊണ്ടുവരാനും സ്ഥാനാർത്ഥിയാക്കാനുമുള്ള ആലോചനകൾ സജീവമാണ്. ഇത് സാധ്യമായില്ലെങ്കിൽ പ്രമുഖ ബി.ജെ.പി നേതാക്കളിൽ ഒരാൾ തന്നെയായിരിക്കും എറണാകുളത്ത് സ്ഥാനാർത്ഥി. ഇതിൽ പ്രധാനപ്പെട്ടയാൾ അടുത്തിടെ ബി.ജെ.പിയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റായി നിയമിതനായ ചലച്ചിത്ര സംവിധായകൻ മേജർ രവിയാണ്.